പിന്നെ ഇന്ന് ഞാൻ നടക്കാൻ പോയപ്പോൾ അമ്മ ആശ്രമത്തിൽ നിന്ന് നടന്നു വരികയായിരുന്നു, ശ്രീയുടെ അമ്മ. അപ്പോൾ അമ്മ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, മോളെ തടി കുറയുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു എൻകറേജ്മെന്റ് ആയി. കാരണം കുറയുന്നുണ്ടെന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടല്ലോ നമ്മുടെ കൂടെ ഉള്ളവർ, അതൊരു വലിയ ഒരു സന്തോഷമുള്ള ഒരു കാര്യം. അപ്പോൾ ഇന്ന് ഡേ 14 ഡയറ്റാണ് ഞാൻ വായിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം ഡേ 14 അല്ല, ഞാൻ ഇന്ന് ആക്ച്വലി ഡേ 15, ഡേ 16, ഡേ 17 എത്തി നിൽക്കുവാണ്. ഞാൻ ഇതുവരെയുള്ള ഡയറ്റ്സ് ഇങ്ങനെ വേഗം വേഗം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഡേ 14 ഞാൻ കഴിച്ച എന്താണെന്നറിയാമോ? ഫാറ്റ് കട്ട് ഡ്രിങ്ക് കുടിച്ചു, പിന്നെ ബീട്രൂട്ട് ജ്യൂസ്, അതിനൊരു 92 കാലറീസ് വെച്ചോളൂ. പീനട്സ് 200 കാലറീസ്, പിന്നെ 5 നട്ട്സ്, 2 വാൾനട്ട്സ്, 2 ഫിഗ്സ്, എല്ലാം കൂടെ 150 കാലറീസ്. 2 ചപ്പാത്തി കഴിച്ചു, 140 കാലറി. അതിന്റെ കൂടെ വൻപയർ തോരൻ കഴിച്ചു, 170 കാലറീസ് ആയിരുന്നു. കോഫി 80 കാലറി. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ 2 ചപ്പാത്തി കഴിച്ചു, അതിന്റെ കൂടെ വീണ്ടും ഞാൻ തോരൻ എടുത്ത് കഴിച്ചു. അപ്പൊ അത് രണ്ടും കൂടെ 250 കാലറീസ് വരും. ഒരു കിവി കഴിച്ചു, 45 കാലറീസ്. പിന്നെ അന്ന് ഞാൻ മുറുക്ക് കഴിച്ചു, രാവിലെ ഒരെണ്ണം, വൈകുന്നേരം ഒരെണ്ണം. അപ്പൊ ആ മുറുക്ക് 2 മുറുക്കാണ്. വെറുതെ എനിക്ക് കഴിക്കേണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എനിക്കത് അത്ര വലിയ കൊതിയൊന്നുള്ള കാര്യമല്ല. മുറുക്കൊക്കെ വേണമെങ്കിൽ പോടാ മുറുക്കെ എന്ന് പറയാൻ പറ്റുന്ന കാര്യം, അല്ലാതെ ബ്രിട്ടീഷ് കേക്ക് പോലെയുള്ള കാര്യമല്ല. അപ്പോൾ മുറുക്ക് എന്തായാലും 2 കഴിച്ചു. അതിന് 55 കാലറീസ് വീതമാണ്. അപ്പോൾ അത് 110 കാലറിയായി. പക്ഷേ ടോട്ടൽ നോക്കുമ്പോൾ ഉണ്ടല്ലോ, വെറും 1097 ഞാൻ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയും എനിക്ക് എത്ര കഴിക്കാമെന്നാണ് ഞാൻ ആലോചിച്ചു പോയത്. ഈ വൻപയർ ഉണ്ടല്ലോ, അത് നല്ല ഗുഡ് പ്ലാന്റ് പ്രോട്ടീനാണ്, വളരെ നല്ലതാണ്. റിച്ച് ഇൻ ഫൈബർ, കീപ്സ് യു ഫുൾ. അപ്പോൾ എല്ലാവരും ഇതേപോലെയുള്ള ജേർണൽ നിങ്ങളെല്ലാവരും വെച്ചോ? എത്ര പേര് ഇങ്ങനെ ഒരു ജേർണൽ വെച്ചു? പെട്ടെന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ ഓരോ ദിവസം ഡേ 1, ഡേ 2 എന്നുള്ളത് നിങ്ങൾ കാലറി ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയോ? എന്നാൽ നിങ്ങളുടെ വണ്ണം ഇപ്പോൾ കുറയും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ചപ്പാത്തി മാത്രം കഴിക്കരുത് കേട്ടോ, പെട്ടെന്ന് വിശക്കും. ചപ്പാത്തിയുടെ കൂടെ നമ്മൾ എന്തെങ്കിലും പ്രോട്ടീനും കൂടെ കഴിച്ചില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ചപ്പാത്തി ഗോതമ്പല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും, അതിനകത്ത് കാർബ് കൊണ്ട് വേഗം വിശക്കുകയും ചെയ്യും. ചപ്പാത്തിയുടെ കൂടെ എപ്പോഴും പരിപ്പോ അല്ലെങ്കിൽ കടലയോ എന്തെങ്കിലും പനീറോ ഒക്കെ കഴിച്ച് നല്ല 20 നമ്മൾ പറയല്ലേ വയറ് കിടക്കണം അവിടെ, അങ്ങനെ എന്തെങ്കിലും കഴിക്കണം കേട്ടോ.